നമസ്കാരം, STV മൂവി റിവ്യൂയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് കമൽഹാസനെ കേന്ദ്ര കഥാപാത്രമാക്കി ശങ്കർ സംവിധാനം ചെയ്ത ഇന്ത്യൻ 2 എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ചിത്രത്തിന്റെ ആദ്യ ഭാഗം പുറത്തിറങ്ങിയത് 1996-ലാണ്. അഴിമതിക്കെതിരെ ശക്തമായ ശബ്ദമുയർത്തുന്ന സേനാപതി എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായാണ് ചിത്രത്തിൽ കമൽഹാസൻ വേഷമിടുന്നത്. ഇന്ത്യൻ 2ലേക്ക് എത്തുമ്പോൾ അഴിമതിക്കെതിരെ ശക്തമായ ശബ്ദമുയർത്തി വർദ്ധിത വീര്യത്തോടുകൂടി സേനാപതി വീണ്ടും തിരിച്ചെത്തുന്നിടത്താണ് ഇന്ത്യൻ 2 കഥ പറഞ്ഞു തുടങ്ങുന്നത്. ശങ്കറിന്റെ ആദ്യ ചിത്രം തൊട്ട് പരിശോധിച്ചാൽ എല്ലാ ചിത്രങ്ങളും സംസാരിക്കുന്നത് സാമൂഹിക പ്രശ്നങ്ങളും ഉദ്യോഗസ്ഥരുടെ ദുർഭരണവും കറപ്ഷനും ഒക്കെയാണ്. അതേ ഫോർമാറ്റിൽ തന്നെയാണ് ഇന്ത്യൻ 2 കഥ പറഞ്ഞു തുടങ്ങുന്നത്. ബാർക്കിംഗ് ഡോഗ്സ് എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന 4 ചെറുപ്പക്കാർ അവർ തമിഴ്നാട്ടിൽ നടക്കുന്ന അഴിമതി കഥകളൊക്കെ യൂട്യൂബ് ചാനലിലൂടെ ജനസമക്ഷം എത്തിക്കുന്നുണ്ട്. ആ യൂട്യൂബ് ചാനലിന് അത്യാവശ്യം ലൈക്സും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും അതുകൊണ്ട് മാത്രം അവർ അഴിമതി ഇല്ലാതാക്കാൻ സാധിക്കുന്നില്ല. സമൂഹത്തിലെ അഴിമതി മൊത്തത്തിൽ തുടച്ചു നീക്കണമെങ്കിൽ ഇന്ത്യൻ താത്ത വീണ്ടും എത്തണമെന്ന് അവർ തീരുമാനിക്കുന്നു. കംബാക്ക് ഇന്ത്യൻ എന്ന ഹാഷ്ടാഗോടുകൂടി അവർ സോഷ്യൽ മീഡിയയിൽ അത് പ്രചരിപ്പിക്കുന്നു. ഇത് തായ്പ എന്ന രാജ്യത്തിരുന്ന് കാണുന്ന ഇന്ത്യൻ താത്ത തമിഴ്നാട്ടിലേക്ക് എത്തുകയും അഴിമതി കാണിക്കുന്നവരെ തന്റെ മർമ്മവിദ്യ ഉപയോഗിച്ച് ഇല്ലാതാക്കുകയും ചെയ്യുന്നതാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. തുടർന്ന് നടക്കുന്ന സംഭവങ്ങൾ മൂലം അവർക്ക് തന്നെ ഇന്ത്യൻ താത്തയോട് ഗോ ബാക്ക് പറയേണ്ടടുത്താണ് ചിത്രം അവസാനിക്കുന്നത്. മൂന്നാം ഭാഗവും ഉണ്ടെന്ന് പ്രതീക്ഷ നൽകിയാണ് ചിത്രം അവസാനിക്കുന്നതും. ചിത്രം നേടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഫോക്കസ് ഇല്ലാത്ത അവതരണം തന്നെയാണ്. 4-5 ചെറുപ്പക്കാർ ചേർന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒരു പ്രചരണം നടത്തുന്നതും തായ്പ എന്ന രാജ്യത്ത് ഇത് കാണുന്ന ഇന്ത്യൻ താത്ത രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് തയ്യാറായി എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിലെ അഴിമതി ഇല്ലാതാക്കാനായി എത്തുന്നതും ഒട്ടും കൺവിൻസിംഗ് ആയി തോന്നിയില്ല. കാരണം 1996-ൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ എന്ന ചിത്രം വലിയൊരു ഇമ്പാക്ട് സൃഷ്ടിച്ച ചിത്രം. ആ ചിത്രത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം വരെ നേടിയ ഒരു കഥാപാത്രം രണ്ടാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന് തയ്യാറായെന്ന് പറഞ്ഞ് തമിഴ്നാട്ടിലേക്ക് എത്തുന്നത് വളരെ അമച്വർ ആയിട്ടാണ് തോന്നിയത്. ശങ്കർ എന്ന ഒരു വലിയ സംവിധായകനിൽ നിന്ന് ഇത്തരത്തിലൊരു ചിന്താരീതി ഒരു തരത്തിലും പ്രേക്ഷകർ പ്രതീക്ഷിതമില്ല എന്നത് തന്നെയാണ് ചിത്രം കടുത്ത നിരാശ നൽകിയെന്ന് പറയേണ്ടി വരുന്നത്. ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിൽ സേനാപതിയുടെ ഏറ്റവും വലിയ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് മർമ്മവിദ്യയാണ്. പക്ഷെ ഈ ചിത്രത്തിൽ എത്തുമ്പോൾ പ്രതിയോഗിയോട് ഉപയോഗിക്കുന്ന മർമ്മവിദ്യ വളരെ തമാശയായി പോയെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സേനാപതി മർമ്മവിദ്യ പ്രയോഗിക്കുമ്പോൾ പ്രതിയോഗി കുതിരയെ പോലെ ഓടുന്നു, ചിരിക്കുന്നു, തുപ്പല് തെറിപ്പിക്കുന്നു. അതിലെ ലോജിക്ക് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് കാണുന്നവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഈ ശങ്കർ ചിത്രങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലെ ഗാനരംഗങ്ങളും അത് വിഷ്വലൈസ് ചെയ്ത രീതിയുമാണ്. പക്ഷെ ഈ ചിത്രത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ശോകമായി പോയെന്ന് പറയേണ്ടതും ഇതിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റും ആർട്ട് ഡിപ്പാർട്ട്മെന്റുമാണ്. ഇതിലെ സോങ് കൊറിയോഗ്രാഫി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത് അലിൻ ജോസ് പെരേരയാണോ കൊറിയോഗ്രാഫ് ചെയ്തത് എന്നാണ്. അത്രത്തോളം ദൗർഭാഗ്യകരമായൊരു സോങ് കൊറിയോഗ്രാഫിയാണ് ഈ ചിത്രത്തിൻ്റെത്. അനിരുദ്ധിന്റെ മ്യൂസിക്കും ഏറ്റവും നിരാശ സമ്മാനിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു സീനിലും കൃത്യമായി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അനിരുദ്ധിന്റെ സംഗീതത്തിന് സാധിക്കുന്നില്ല. ഇന്ത്യൻ 1-ലൊക്കെ സേനാപതിയെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ AR റഹ്മാന്റെ തീം മ്യൂസിക് ഒക്കെ അത്രത്തോളം ഇംപ്രസീവായാണ് തോന്നിയത്. ഓർത്തുവെക്കുന്ന ഗാനങ്ങളും ഉണ്ടായിരുന്നു. ഇന്ത്യൻ 2ലേക്ക് എത്തുമ്പോൾ ഓർത്തുവെക്കുന്ന ഗാനങ്ങളില്ല എന്നതിനപ്പുറത്ത് പശ്ചാത്തല സംഗീതം പോലും ഒരു ഇമ്പാക്റ്റും തരുന്നില്ല. ഒരു സീന് പോലും പ്രേക്ഷകനെ ആ ചിത്രത്തിലേക്ക് അടുപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നിടത്ത് വലിയ പരാജയമായി മാറി എന്ന് തന്നെ പറയേണ്ടി വരും. സമുദ്രകനി, നെടുമുടി വേണു, വിവേക് തുടങ്ങി വലിയ താരനിര ചിത്രത്തിലുണ്ടെങ്കിലും ഒരു കഥാപാത്രങ്ങളും പ്രേക്ഷകരിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ് ഈ ചിത്രം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. കമൽഹാസനേക്കാൾ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളത് സിദ്ധാർത്ഥിനാണ്. പക്ഷേ സിദ്ധാർത്ഥിന്റെ കഥാപാത്രം പോലും കൺവിൻസിംഗ് ആയി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നില്ല എന്നത് തന്നെയാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും. മുൻകാല ശങ്കർ ചിത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരേ ഫോർമാറ്റിലുള്ള കഥയാണെങ്കിലും അത് എന്റർടൈൻമെന്റ് ആയി അവതരിപ്പിക്കുന്നു എന്നിടത്താണ് ശങ്കർ ചിത്രങ്ങൾ വേറിട്ട് നിൽക്കുന്നത്. ഇന്ത്യൻ 2ലേക്ക് എത്തുമ്പോഴും മിസ്സാവുന്നതും അത്തരം എന്റർടൈൻമെന്റ് എലമെന്റ് തന്നെയാണ്. പലപ്പോഴും അഴിമതിക്കെതിരെ സംസാരിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയി മാത്രം മാറുന്നു എന്നിടത്താണ് ഇന്ത്യൻ 2 ഏറ്റവും പിറകോട്ട് പോകുന്നതും. 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ചിത്രം പ്രേക്ഷകന് ഇരുട്ടത്ത് നൽകിയൊരു അടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും.